കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. 2025 വൻ കുതിപ്പ് നടത്തിയിരിക്കുകയാണ് നമ്മുടെ ടൂറിസം മേഖല. കേരളം രൂപീകൃതമായ ശേഷം ഒരു വർഷം കേരളത്തിന് പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയത് കഴിഞ്ഞ വർഷമാണ്. 2025 2.5 കോടി സഞ്ചാരികളാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കേരളത്തിലെത്തിയത്. സഞ്ചാരികളുടെ ഇഷ്ട ജില്ലകളിൽ ഇടുക്കിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. 46 ലക്ഷത്തിലധികം സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം ഇടുക്കിയുടെ ഹരിതാഭ ആസ്വദിക്കാനെത്തിയത്. 2025 കണക്ക് അനുസരിച്ച് 2,58,80,365 സഞ്ചാരികൾ കേരളത്തിന്റെ പുറത്തുനിന്നും കേരളത്തിലെത്തി. 2.5 കോടിയിലധികം സഞ്ചാരികൾ കേരളം രൂപം കൊണ്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ നമ്പറാണ്. ഇതിൽ 2024 ഒറ്റ വർഷം കൊണ്ട് 28,95,002 സഞ്ചാരികൾ വർദ്ധിച്ചു. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ് വിശദാംശങ്ങളുമായി. പ്രസാദ്, ഇനിയും ഒട്ടനവധി സാധ്യതകൾ ഉള്ളതാണ് നമ്മുടെ ടൂറിസം മേഖലയ്ക്ക്. പക്ഷേ അതിന്റെ ഒരു പൊൻതൂവൽ എന്നോണം ഇന്ന് ഈ ദിവസം മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്? എന്തൊക്കെയാണ് നമ്മുടെ നേട്ടങ്ങൾ? സംഗീത, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ വരുമാനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പ്രതീക്ഷ നൽകുന്നതാണ് മന്ത്രി ഇന്ന് പറഞ്ഞ കണക്ക് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തായാലും കോവിഡിന് ശേഷം, കോവിഡ് സമയത്ത് ഈ ടൂറിസം എല്ലാ പദ്ധതികളും ഒന്നും മരവിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ കണക്ക് പറയുന്നത്. 2025 2 കോടി 58 ലക്ഷത്തിലധികം ആളുകൾ കേരളത്തിലേക്ക് സഞ്ചാരികളായി എത്തി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 28 ലക്ഷത്തിലധികം ആളുകൾ കൂടുതലായി വന്നിട്ടുണ്ട്. അതിൽ ആഭ്യന്തര ടൂറിസം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇടുക്കി, എറണാകുളം, തിരുവനന്തപുരം, വയനാട്, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലാണ് കൂടുതലും ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞ കണക്കുകൾ ഇതിൽ വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ തോതിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 2025 8,21,999 വിദേശ സഞ്ചാരികൾ കേരളം സന്ദർശിച്ചു. അതിൽ എല്ലാ രാജ്യത്തു നിന്നും, ഇപ്പോൾ യൂറോപ്പിൽ നിന്നാണെങ്കിലും അമേരിക്കയിൽ നിന്നാണെങ്കിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും ഒരുപോലെ കേരളത്തിന്റെ ടൂറിസം മേഖലകളിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വേണ്ടത്, സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. ഈ മേഖലകളിലെല്ലാം തന്നെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക. അങ്ങനെയെങ്കിൽ കൂടുതൽ സാധ്യതകൾ ഇനിയും തുറന്ന് ലഭിക്കും എന്നതുകൂടി അദ്ദേഹം പറയുന്നു. പലതരത്തിലുള്ള ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ് മന്ത്രി ഇന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള ഈ കണക്കുകൾ. തീർച്ചയായും പ്രസാദ്.